ഫോൺ മൈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഗാലക്സി S23 അൾട്ര വേഴ്സസ് നമ്മുടെ വിവോയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള X90 Pro ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കുവാണെങ്കിൽ നമ്മുടെ വിവോ X90 Pro ഉണ്ടല്ലോ, ഒരു ലെതർ ടൈപ്പ്, ഒരു ഇക്കോ ലെതർ ടൈപ്പ് ബാക്കാണ് വരുന്നത്. വേഴ്സസ് നമ്മുടെ ഗാലക്സി S23 കോണിംഗ് ഗ്ലാസ് വിത്ത് S2 പ്രൊട്ടക്ഷനോട് കൂടിയ ബാക്ക് ഗ്ലാസ് ആണ് വരുന്നത്. പിന്നെ രണ്ടും അലൂമിനിയം ഫ്രെയിം ആയിട്ട് വരുന്നത്. സോ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ആ പ്രീമിയം ഫീൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഡിസൈൻസ് ആണ് രണ്ടും. ഇനി വെയിറ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗാലക്സി S23 അൾട്ര ഇച്ചിരി ഹെവി 234 ആണെങ്കിൽ ഇത് 214 ഓൾമോസ്റ്റ് 215 കുറച്ചും കൂടെ ലൈറ്റർ ആണ് നമ്മുടെ വിവോയുടെ X90 Pro വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കാര്യം വെച്ച് കഴിഞ്ഞാൽ രണ്ടും IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് രണ്ടിനും ഉണ്ട്. ആൻഡ് ദെൻ നമ്മുടെ S23 അൾട്രയുടെ ഓൾ ടൈം ഫേവറേറ്റ് ഫീച്ചർ ദാറ്റ് മീൻസ് ദ S Pen നമ്മുടെ S23 അൾട്രയ്ക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ അത് നമ്മുടെ യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചറാണ് S23 അൾട്രയ്ക്ക് ഉള്ളത്. 69,999 ഓർ എബോ ഒരു പ്രൈസ് ടാഗ് വരുന്ന മിക്ക ഫോൺസും ഒരു ക്വാഡ് HD ഡിസ്പ്ലേ ആയിരിക്കും എന്നൊരു ധാരണയുണ്ട്, എക്സെപ്റ്റ് ഐഫോൺ സ്റ്റോ. ഓക്കെ, സോ ഇത് നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 84,999 പ്രൈസ് ടാഗ് ആണ് വരുന്നത്. പക്ഷേ ഇതൊരു പ്രോപ്പർ ക്വാഡ് HD ഡിസ്പ്ലേ അല്ല. ഇൻ ബിറ്റ്വീൻ ഫുൾ HD പ്ലസ് ആൻഡ് ക്വാഡ് HD പ്ലസ് ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ഗാലക്സി S23 അൾട്ര പ്രോപ്പർ ആയിട്ടുള്ള ക്വാഡ് HD ഡിസ്പ്ലേ ആണ് നമ്മുടെ ഗാലക്സി S23 അൾട്രയ്ക്ക് വരുന്നത്. ഇതൊരു 6.78 ഇഞ്ച് ഡിസ്പ്ലേ, ഇത് 6.8 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. സോ 1750 നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് S23 അൾട്ര എങ്കിൽ ഇത് 1300 നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് നമ്മുടെ വിവോ X90 Pro. എനിവേസ് നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ കമ്പയർ നോക്കാം. ആ ഡിഫറൻസ്, ആ റെസൊല്യൂഷൻ ഡിഫറൻസ് ഒക്കെ മാറ്റർ ആയിട്ടുണ്ടോ നമുക്ക് ഡിസ്പ്ലേ കമ്പാരിസൺ നോക്കാം. സോ ഹിയർസ് ദ ഡിസ്പ്ലേ സെറ്റിംഗ്സ് ഓഫ് ദ വിവോ X90 Pro ആൻഡ് സാംസങ് ഗാലക്സി S23 അൾട്ര. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്ക്രീൻ റെസൊല്യൂഷൻ നോക്കാം. സ്ക്രീൻ റെസൊല്യൂഷൻ നമുക്ക് ഇവിടെ സ്ക്രീൻ റെസൊല്യൂഷൻ ഇപ്പോൾ കിടക്കുന്ന FHD+ 2400x130 ഓൾമോസ്റ്റ് ക്ലോസ് തന്നെയാണ്. 2316x130 ഓൾമോസ്റ്റ് ക്ലോസ്. പക്ഷേ ഇത് നിങ്ങൾ നെക്സ്റ്റ് ക്വാഡ് HD 2800x1260 ആണ് ഇവിടെ കിടക്കുന്നത്. ക്വാഡ് HD 10 ആക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ കിടക്കുന്നത് 3088x1440 പ്രോപ്പർ ക്വാഡ് HD ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്ലൈ കൊടുത്തു. ഓക്കെ, സോ രണ്ടും ഇപ്പോൾ മാക്സിമം റെസൊല്യൂഷൻ. പിന്നെ ഡിസ്പ്ലേ എൻഹാൻസ്മെന്റ് കുറച്ച് ഓപ്ഷൻ, വിഷ്വൽ എൻഹാൻസ്മെന്റ് അത് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ആൻഡ് ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് സ്ക്രീൻ കളേഴ്സിന്റെ മോഡ് ഉണ്ട്. അത് സ്റ്റാൻഡേർഡ് ആണ് കിടക്കുന്നത്. നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് സ്റ്റാൻഡേർഡ് കിടക്കുന്നുണ്ട്. നമുക്ക് മാറ്റി ഇത് പ്രോ മോഡ് ആക്കാൻ പറ്റും, ബ്രൈറ്റ് ആക്കാൻ പറ്റും, സൈസ് നാച്ചുറൽ കളർ എന്ന ഓപ്ഷൻ ഉണ്ട്. സോ ബ്രൈറ്റ് ആണ് ഏറ്റവും അടിപൊളി വൈബ്രന്റ് കളർ ആയിരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് സ്ക്രീൻ മോഡ് രണ്ടെണ്ണേ ഉള്ളൂ, ഒന്ന് വിവിഡും ഒന്ന് നാച്ചുറലും. വിവിഡ് തന്നെയാണ് മാക്സിമം വൈബ്രന്റ് വരുന്നത്. ആൻഡ് ദെൻ നമുക്ക് എക്സ്ട്രാ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ സെറ്റിംഗ്സിനകത്ത് അഡ്വാൻസ് ഫീച്ചേഴ്സിന് ഓപ്ഷൻ ഉണ്ട്. അഡ്വാൻസ് ഫീച്ചേഴ്സിനകത്ത് നമുക്ക് വീഡിയോ ബ്രൈറ്റ്നസ് അത് ബ്രൈറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് വീഡിയോ കമ്പയർ നോക്കാം. രണ്ടിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ഞാൻ ഓൺ ആക്കാം. ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫ് ആക്കിയിട്ടുണ്ട്, മാക്സിമം ബ്രൈറ്റ്നസ്, എക്സ്ട്രാ ബ്രൈറ്റ്നസ് ഓൺ ആക്കി. ആൻഡ് ദെൻ നമുക്ക് ഇവിടെ ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫ് ആക്കിയിട്ടുണ്ട്, മാക്സിമം ബ്രൈറ്റ്നസ് ഓൺ ആക്കി. ഇനി കമ്പയർ ചെയ്യാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ വിവോയുടെ X90 Pro ആൻഡ് ഇതാണ് നമ്മുടെ ഗാലക്സി S23 അൾട്ര. സോ രണ്ടും കല്ലർ ഔട്ടാണ്. ആൻഡ് ദ മെയിൻ തിങ്, നമ്മൾ ആദ്യം കണ്ട റെസൊല്യൂഷൻ ഡിഫറൻസ് നമുക്ക് ഇവിടെ ഒരു ഇമ്പാക്ട് ഒന്നുമില്ല, 0 ഇമ്പാക്ട് ആണ് ഇവിടെ വരുന്നത്. എന്നിട്ട് നമുക്ക് ഈ ബ്രൈറ്റ്നസ് കുറച്ചുകൂടെ ഭീകരമായിട്ട് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ കുറച്ചും കൂടെ കളർ സച്ചുവേഷൻ ഒക്കെ ഭീകരമായിട്ട് ഫീൽ ചെയ്യും. സോ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഇത് ബ്രൈറ്റ് ഇട്ട് തന്നെ യൂസ് ചെയ്യുക. സ്ക്രീൻ മോഡ് അത് ബ്രൈറ്റ് സെലക്ട് ചെയ്യുക. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ കളർ വൈബ്രൻസിയും ഷാർപ്നെസ്സും ഒക്കെ സെയിം ടു സെയിം ആണ് രണ്ടും. ഓക്കെ, സോ ഈ ഒരു മോഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡിഫറൻസ് കിട്ടുന്നുണ്ട്. സോ സെറ്റിംഗ്സിനകത്തുള്ള സെറ്റിംഗ്സ്, ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്, സ്ക്രീൻ കളേഴ്സ്, ഇത് ബ്രൈറ്റ് ഇടണം. സ്റ്റാൻഡേർഡും പ്രോയും സൈസ് നാച്ചുറൽ കളറും മൂന്നും നോർമൽ ടോൺ. സോ നെക്സ്റ്റ് നമ്മുടെ ഓഡിയോ ആണ്. സോ X90 Proയിൽ ഫസ്റ്റ് പ്ലേ ചെയ്യാം. Okay, seems really impressive. Now S23 Ultra. Oof, that was a neck and neck comparison with these two of them. So ഭയങ്കര ടൈറ്റ് കമ്പാരിസൺ ആണ്. കുറേ നാൾ കൂടിയാണ് S23 അൾട്രയ്ക്ക് കട്ടയ്ക്ക് ഒരു ഐറ്റം വന്നിരിക്കുന്നത്. ആൻഡ് ഓഡിയോയുടെ കാര്യം പറയുവാണെങ്കിൽ രണ്ടും ടൈം തന്നെ വേണം പറയാൻ. കാരണം സ്റ്റീരിയോ എഫക്റ്റ് ആയാലും ലൗഡ്നെസ് ആയാലും രണ്ടും പക്ക. ആൻഡ് ഇഫ് യു റിയലി ഗോ ഇൻ ടു ഡെപ്തിൽ നോക്കുവാണെങ്കിൽ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. വോക്കൽ സെപ്പറേഷൻ, ഇൻസ്ട്രുമെന്റൽ സെപ്പറേഷൻ, ആ ഒരു ഏരിയാസിൽ കുറച്ചും കൂടെ മുന്നിട്ട് നിൽക്കണേ S23 അൾട്ര ആണ്. ഇഫ് യു ആസ്ക് മീ അബൌട്ട് ദ മാർജിൻ, ഒരു 2% ഞാൻ പറയുള്ളൂ. അത്രയ്ക്ക് ക്ലോസ് ആണ് രണ്ടുപേരും. ഒരു വോക്കൽ സെപ്പറേഷൻ, ഇൻസ്ട്രുമെന്റ് സെപ്പറേഷൻ കുറച്ചും കൂടെ എടുത്തായിട്ട്, ദാറ്റ് മീൻസ് ആ ഇൻസ്ട്രുമെന്റ് ബീറ്റ്സ് കാര്യങ്ങൾ, ആ ഒരു സെപ്പറേഷൻ കുറച്ചും കൂടെ എടുത്ത് കിട്ടുന്നത് S23 അൾട്ര ആണ്. ഒരു മൈനർ
പുറകിട്ടാണ് നമ്മുടെ X20 Pro. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആണ്, ഓൾമോസ്റ്റ് ടൈ തന്നെയാണ്. ബട്ട് ഇഫ് യു വോണ്ട് റിയലി പിക്ക് വൺ, ഒബ്വിയസ്ലി S23 Ultra. എൽസ് ഫോർ ദ പ്രൈസ് പോയിന്റ് ഏതാ കിട്ടുന്നത് വെച്ചാൽ ഒബ്വിയസ്ലി Vivo X20 Pro ആണ്. കാരണം 84,999 കിട്ടില്ല ഓഡിയോ ഔട്ട്പുട്ട് ആണ്. ഫിംഗർ പ്രിന്റ് സ്കാനർ, ഫേസ് റെക്കഗ്നിഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ Vivo X90 Pro ഫേസ് നോക്കാം. റാപ്പിഡ് ഫാസ്റ്റ് ആണ്, ഒന്നും പറയാനില്ല. ലോക്ക്ഡ് ആണ്, അൺലോക്ക്, റാപ്പിഡ് ഫാസ്റ്റ്, ഒന്നും പറയാനില്ല. ആൻഡ് നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനർ നോക്കാം. റാപ്പിഡ് ടച്ച്, ജസ്റ്റ് ടച്ച് ആട്ടോ, റാപ്പിഡ് ടച്ച്. ഓക്കെ, പെർഫെക്റ്റ് ഉണ്ടോ? വൺസ് അഗെയിൻ പെർഫെക്റ്റ് ആണ്. ഫിംഗർ പ്രിന്റ് സ്കാനർ ആൻഡ് ഫേസ് റെക്കഗ്നിഷൻ രണ്ടും റാപ്പിഡ് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ ദി Galaxy S23 Ultra. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനർ ഇത് അൾട്രാസോണിക് ആണ്, അത് ഒപ്റ്റിക്കൽ ആയിരുന്നു. അൾട്രാസോണിക് മീൻസ് 3D, നമ്മുടെ ഫിംഗർ പ്രിന്റിന്റെ 3D ആണ് എടുക്കുന്നത്. ഒപ്റ്റിക്കൽ എന്ന് പറയുമ്പോൾ 2D ആയിരിക്കും. സോ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി അടിപൊളി ഒബ്വിയസ്ലി S23 Ultra തന്നെയാണ്. ആൻഡ് എനിവേസ് വി ക്യാൻ ചെക്ക് ദ ഫിംഗർ പ്രിന്റ് സ്കാനർ. റാപ്പിഡ് ടച്ച് ആണോ? ഇൻ 3, 2 and go. ഓക്കെ, പെർഫെക്റ്റ്, നോ ഇഷ്യൂസ്. വൺസ് അഗെയിൻ ഇൻ 3, 2 and go. പെർഫെക്റ്റ്. ഇനി ഫേസ് റെക്കഗ്നിഷൻ ആണ്. ഓക്കെ, സോ ഫേസ് റെക്കഗ്നിഷൻ S23 Ultra ഈ Vivo X90 Pro അത്രയും ഫാസ്റ്റ് അല്ല. വൺസ് അഗൈൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ലോക്ക്ഡ് ആണ്, ഉണ്ടോ? ഇച്ചിരി ലാഗ് ഉണ്ട്, ഒരു ലൈറ്റ് ഒരു 1 second ഡിലേ ഒക്കെ കിട്ടുന്നത് നമ്മുടെ S23 Ultra. ബട്ട് ദിസ് ഈസ് റാപ്പിഡ് ഫാസ്റ്റ് ആണ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആസ് വെൽ ആസ് ഫേസ് റെക്കഗ്നിഷൻ. സോ ഇഫ് യു ആസ്ക് മീ അബൌട്ട് ദ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഐ വുഡ് ഗിവ് എ വിൻ ഫോർ ദ S23 Ultra. ആൻഡ് ഫേസ് റെക്കഗ്നിഷൻ ആണെങ്കിൽ ഞാൻ വിൻ കൊടുക്കുക നമ്മുടെ Vivo X90 Pro. നെക്സ്റ്റ് നമ്മുടെ UI ആണ് പറയാനുള്ളത്. സോ ഒബ്വിയസ്ലി S23 Ultra One UI, പ്രോപ്പർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ പ്രോപ്പർ 100 യൂസേജ് ഒക്കെ പക്ക. പിന്നെ അതുമാത്രമല്ല ആനിമേഷൻ സ്കെയിൽ, ട്രാൻസിഷൻ സ്കെയിൽസ്, എവരിതിങ് ഈസ് റിയലി ഗുഡ്. ഒറ്റ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബിൽട്ടിൻ ആയിട്ട് നമുക്ക് ആപ്പ് ലോഗ് വരുന്നില്ല, പക്ഷേ ബിൽട്ടിൻ ആയിട്ട് നമുക്ക് കോൾ റെക്കോർഡർ വരുന്നുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ Vivo X90 Pro. നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബ്ലോട്ട്വെയർസ് ഉണ്ടോ നോക്കാം. അങ്ങനെ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം, ബ്ലോട്ട്വെയർസ് ഉണ്ടോ നോക്കി കഴിഞ്ഞാൽ ബ്ലോട്ട്വെയർസ് ഇല്ല. പിന്നെ പറയേണ്ട എക്സ്ട്രാ ആപ്സ് നെറ്റ്ഫ്ലിക്സ്, സ്നാപ്ചാറ്റ് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് അനോയിങ് ആയിട്ട് ഉണ്ടായിരുന്ന സംഭവം ഉണ്ട്. ദാറ്റ് മീൻസ് ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് ഉണ്ട്. അനോയിങ് ആയിട്ട് ഇങ്ങനെ ആപ്പ് റെക്കമെൻഡേഷൻസ്, ഗെയിം റെക്കമെൻഡ്, ആ സംഭവം അങ്ങ് പോയിട്ടോ, ആ സംഭവം ഇല്ല ഇപ്പം അതിനകത്ത് കാണാനില്ല, ഉണ്ടോ? ഓൾമോസ്റ്റ്. പിന്നെ ഗെയിം സ്പേസ് എന്ന സംഭവമുണ്ട്. ബട്ട് സ്റ്റിൽ ബ്ലോട്ട്വെയർ ഫ്രീ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു സെറ്റപ്പാണ്. ആൻഡ് സെറ്റിംഗ്സ് അബൌട്ട് ഫോൺ നമുക്ക് നോക്കി കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ, റീസെറ്റ് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ, ഫൺ ടച്ച് OS 13 ഗ്ലോബൽ ആണ് കിടക്കുന്നത്. ഫൺ ടച്ച് OS 13 ഗ്ലോബൽ. ഓക്കെ, സോ April 1 സെക്യൂരിറ്റി പാച്ചിലാണ് കിടക്കുന്നത്. സോ നോ ഇഷ്യൂസ്. ഫോണാ 85,000 ഫോണാ. അപ്പോൾ ഒബ്വിയസ്ലി ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗണിന്റെ 8 Gen 2 ആയിരിക്കുമല്ലോ. അല്ല, Dimensity 9200 ആണ് നമുക്ക് നമ്മുടെ Vivo X90 Proയിലും X90ലും വന്നിരിക്കുന്നത്. സോ ഈ ഒരു 85K ഈ ഒരു പ്രൊസസർ കൊടുക്കണമെങ്കിൽ ആ കമ്പനിയുടെ ധൈര്യം അടിപൊളിയായിരിക്കുമല്ലോ. സോ ഒബ്വിയസ്ലി അതിന്റെ എക്സാക്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്കോഴ്സ്, അഡുണ്ടു സ്കോഴ്സ് തന്നെയാണ്, ആൻഡ് പെർഫോമൻസ് തന്നെയാണ്. സോ ജസ്റ്റ് ഞാൻ അഡുണ്ടു സ്കോഴ്സ് റൺ ചെയ്തു, ആൻഡ് യു ക്യാൻ സീ ക്ലോസ് ടു 12 lakh ആണ് അഡുണ്ടു സ്കോഴ്സ് വന്നത്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് Galaxy S23 ആണെങ്കിൽ 12,50,000 ആണ്. ദാറ്റ് മീൻസ് ജസ്റ്റ് ഒരു 50,000 അറൗണ്ട് ആണ് ഡിഫറൻസ് ഉള്ളൂ ഈ ഒരു Dimensity 9200 അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ഒപ്റ്റിമൈസ് ഫോർ ഗാലക്സി ആയിട്ടുള്ള ഡിഫറൻസ്. സോ ഓൾമോസ്റ്റ് റിയലി നെക്ക് ഇൻ നെക്ക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് വരുന്നത്. പക്ഷേ തിങ് Dimensity പ്രൊസസറീസ് ഒരു വാം, അതേപോലെ ത്രോട്ട്ലിംഗ് ഇഷ്യൂസ്, ഹീറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, യു ക്യാൻ സീ ടെമ്പറേച്ചർ 36 നേരെ 50.3 ടെമ്പറേച്ചർ കയറിയത്. ഐ കുഡിൻ ലിറ്ററലി ഹോൾഡ് ദ ഫോൺ വിത്ത് മൈ ഹാൻഡ്സ് എന്ന് ഞാൻ പറയും. കാരണം 2 അലുമിനിയം ഫ്രെയിം നല്ല രീതിയിൽ ചൂടായിരുന്നു, എനിക്ക് ഫോൺ പിടിക്കാനും പറ്റും. പക്ഷേ ബാക്ക് ലെതർ ആയ കാരണം ഒരു കുഴപ്പമുണ്ടായില്ല. ചെറിയൊരു വാം പോലെ ഫീൽ ചെയ്യുക അത്ര ഉണ്ടായിരുന്നുള്ളൂ ഫോൺ ഇങ്ങനെ പിടിക്കുമ്പോൾ. കേസ് ഇട്ട് പിടിക്കുകയാണെങ്കിൽ അറിയില്ല, പക്ഷേ അല്ലാണ്ട് നമ്മൾ പിടിച്ചപ്പോൾ എനിക്ക് ആ നല്ല രീതിയിൽ ഈ 2 ഫ്രെയിം അങ്ങ് വാമായിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് തിങ്, അഡ്നോ ബെഞ്ച് മാർക്ക് യൂഷ്വലി റൺ ചെയ്യുമ്പോൾ 5% ബാറ്ററി ഡ്രോപ്പ് ആവുള്ളൂ. ആൻഡ് 10%, ഇരട്ടി, ഡബിൾ ദ ഡിഫറൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 10% ബാറ്ററി ഡ്രോപ്പ് ആയി. ആൻഡ് 14.2, യൂഷ്വലി മാക്സിമം 9-10 ഒക്കെയാണ് നമ്മുടെ ടെമ്പറേച്ചർ ഹൈപ്പ് വരാം. അപ്രോക്സിമേറ്റ്ലി ഒരു 5% കൂടെ കൂടുതൽ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട് നമ്മുടെ എക്സിന്. മേ ബി അപ്ഡേഷൻസ്, കാരണം കുറച്ചും കൂടെ അപ്ഡേഷൻസ് വരുന്ന കഴിയുമ്പോൾ സെറ്റ് ആകുമായിരിക്കും. സോ ഇനിഷ്യൽ ഇംപ്രഷൻ ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നമുക്കൊരു കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിമിങ്ങോ ഓക്കെ.
സോ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ X90 Proയുടെ ഗെയിമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിംഗ് കൊള്ളായിരുന്നു. പക്ഷേ ഞാൻ രണ്ട് രീതിയിൽ കളിച്ചു. ഒന്ന് നമ്മുടെ ഫ്രെയിം റേറ്റ് മാക്സിമം ഗ്രാഫിക്സ് ലോട്ട് കളിച്ച് വലിയ സീൻ ഇല്ലായിരുന്നു. ദാറ്റ് മീൻസ് നല്ല രീതിയിൽ സ്മൂത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ ചെറിയ രീതിയിൽ ഗ്രാഫിക്സ് മാക്സിമം ആക്കിയിട്ട് നമ്മൾ ഫ്രെയിം റേറ്റ് ഓൾമോസ്റ്റ് മാക്സ് ആക്കിയിട്ട് കളിച്ചപ്പോൾ ചെറിയൊരു FPS ഡ്രോപ്സ് ഒക്കെ ഈ ഹൈ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ഏരിയാസിനകത്തൊക്കെ ചെറിയൊരു ഡ്രോപ്പ്, നമുക്കൊരു ലാഗ് ഒരു FPS ഡ്രോപ്സിന് ഒരു ചെറിയൊരു ഷട്ടറിങ് പോലെ നമുക്ക് ഫീൽ ചെയ്തു. അപ്പാർട്ട് ഫ്രം ദാറ്റ് വലിയ കുഴപ്പമില്ല. സോ ഇൻ ആൻഡ് അറൗണ്ട് 35 മിനിറ്റ്സ് വരെ ഓക്കെയാണ് ഹൈ പെർഫോമൻസിലും. അതിൻ്റെ അപ്പറേറ്റ് കഴിക്കുമ്പോഴത്തേക്കും ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ പെർഫോമൻസ്. സോ ഇൻ ആൻഡ് അറൗണ്ട് 30 മിനിറ്റ്സ് വരെ നമുക്ക് ഒരു മാക്സിമം ഹൈ എൻഡ് സെറ്റിംഗ്സിൽ തീപ്പൊരിയായിട്ട് കളിക്കാം, നോ ഇഷ്യൂസ്. ആൻഡ് ബിയോണ്ട് 30 മിനിറ്റ്സ് യു നീഡ് ടു ടോഗിൾ ദ CPU, ദാറ്റ് മീൻസ് ഗ്രാഫിക് സെറ്റിംഗ്സ് കുറച്ച് ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് കളിക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ബാറ്ററി ആൻഡ് ചാർജിങ് 5000 mAh വേഴ്സസ് 4870 mAh. ആൻഡ് വിത്തിൻ ദ ബോക്സ് ഒരു അഡാപ്റ്റർ വരുന്നില്ല. വി നീഡ് ടു ബൈ ഏതർ 25 വാട്ട് ഓർ 45 വാട്ട് സെപ്പറേറ്റ്ലി. സോ ഇൻ ആൻഡ് അറൗണ്ട് 55 to 1 hour 5 minutes ഇടയ്ക്ക് S23 ഫുൾ ചാർജ് ആവും. ആൻഡ് ദിസ് ഗൈ 120 വാട്ട് അഡാപ്റ്റർ ആണ് ബോക്സിൽ വരുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു 8 മിനിറ്റത്തെ 50% ആവും. സോ റാപ്പിഡ് ഫാസ്റ്റ് ആണ് ഇൻ ടേംസ് ഓഫ് ദ ചാർജിങ്. ആൻഡ് വയർലെസ് ചാർജിങ് 50 വാട്ട് ഓഫ് വയർലെസ് ചാർജിങ് വേഴ്സസ് 15 വാട്ട്സ് ഓഫ് വയർലെസ് ചാർജിങ് ആണ് നമുക്ക് നമ്മുടെ S23 Ultra ഉള്ളത്. സോ ഒബ്വിയസ്ലി ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ബമ്പ് നമുക്ക് ഇതിനകത്തുണ്ട്. ദാറ്റ് മീൻസ് S23 Ultra ഉണ്ട്. പക്ഷേ ചാർജിങ്ങിന്റെ കാര്യത്തിൽ ഒബ്വിയസ്ലി ദ ക്ലിയർ വിന്നർ നമ്മുടെ X90 Pro തന്നെയാണ്. ഓക്കെ.